നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ തൊഴിലിനായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെയാണ്. എന്നാലോ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തൊഴിൽ തേടി ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി സന്ദർശക വിസയിലെത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ UAE-യിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളും എത്തിച്ചേരുന്നത്. പലർക്കും മികച്ച വരുമാനമുള്ള തൊഴിൽ ലഭിക്കുമ്പോൾ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പെരുവഴിയിലാകാറുമുണ്ട്. ആഹാരമോ താമസ സൗകര്യമോ ഇല്ലാതെ തന്നെ പാർക്കിലും നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിലുമാണ് ഇത്തരക്കാർ കഴിയുന്നത്. ഏജന്റുമാരുടെ തട്ടിപ്പിൽ കുടുങ്ങി ആയിരക്കണക്കിന് മലയാളികൾ പലയിടങ്ങളിലായി കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ കോൺസുലേറ്റിന്റെ സഹായത്തോടെ പലരെയും നാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും ആരും സഹായിക്കാനില്ലാതെയും ഒരു വിഭാഗം പാർക്കുകളിൽ കഴിയുന്നുണ്ട്. KMCC പോലുള്ള വിവിധ സംഘടനകളും ഇങ്ങനെ ദുരിതത്തിലായവരെ നാട്ടിലേക്ക് അയക്കാൻ മുന്നിട്ടിറങ്ങാറുണ്ട്. 2 ദിവസം മുമ്പ് പാർക്കിൽ വെച്ച് ബംഗാളികളുടെ ആക്രമണത്തിനിരയായി വലതു കൈ നഷ്ടപ്പെട്ട തമിഴ്നാട് സ്വദേശിയെ ദുബായ് KMCC ഇടപെട്ട് നാട്ടിലേക്ക് അയച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഇത്തരത്തിൽ ഏജന്റുകാർക്ക് പണം നൽകിയ സന്ദർശക വിസയിൽ നാട്ടിൽ നിന്ന് പറക്കുന്നതിന് മുമ്പേ വിശദമായി അന്വേഷിക്കണമെന്ന കാര്യം പലരും ഗൗരവത്തിലെടുക്കാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായി മാറുന്നത്. ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ പോലും വ്യാജ നിയമന ഉത്തരവും നൽകി തട്ടിപ്പ് നടത്തുന്നതും സജീവമായി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ പാർക്കുകളിലും മറ്റും ആരും സഹായിക്കാനില്ലാതെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന പാവങ്ങളെ സ്വർണ്ണ കള്ളക്കടത്തിനും മറ്റും ചിലർ കരുവാക്കി മാറ്റാറുണ്ട്. ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷം ഏജന്റുമാർ വരെ സമീപിക്കുകയാണ് പതിവ് രീതി. സ്ഥലവും പേരും മറ്റു വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം നാട്ടിലേക്ക് കയറ്റിവിടാമെന്ന് വാക്കു നൽകുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന് കരുതുന്നവരെ ഏജന്റുമാർ ചില സാധനങ്ങൾ ഏൽപ്പിക്കുകയും നാട്ടിലെ വിമാനത്താവളങ്ങൾക്ക് പുറത്ത് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ചതിയിൽപ്പെടുകയാണെന്നറിയാതെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകുന്നവരോടുള്ള നന്ദിയായി അവർ നൽകുന്ന സാധനങ്ങൾ ആളുകൾ കൊണ്ടുപോകുന്നു. വിമാനത്താവളങ്ങളിൽ പിടിവീഴുമ്പോഴാണ് ചതിക്കപ്പെട്ട വിവരം അറിയുക. ഇത്തരം സംഭവങ്ങൾ സന്ദർശക വിസയിലെത്തുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ടെന്ന് ഷാർജയിൽ ട്രാവൽ ഏജന്റ് പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാർക്ക് വിസ നൽകാറില്ലെന്ന് ട്രാവൽ ഏജന്റുമാർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. സ്വയം അറിയാതെ സ്വർണ്ണക്കടത്തുകാർ ആകേണ്ടി വരികയാണ് പലരും. അധികൃതരുടെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുകയും അതാത് രാജ്യത്തിന്റെ നിയമം പാലിക്കുകയും വേണം. ചതിയിൽപ്പെടുന്നവർ ആദ്യം കോൺസുലേറ്റുകളിലും സമീപത്തെ അംഗീകൃത സന്നദ്ധ സംഘടനകളെയുമാണ് സമീപിക്കേണ്ടത്. UAE-യിലെ പോലീസും ഏജന്റുമാരുടെ ചതികളിൽപ്പെടുന്നവരെ സഹായിക്കാൻ ഉണ്ടാകുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.